കുറച്ച് ദിവസമായിട്ട് പുതിയ ഷോപ്പിൻ്റെയും മറ്റു പരിപാടീൻ്റെ എല്ലാം തിരക്കായുണ്ട്. പുള്ളന്മാരും കൊണ്ട് അങ്ങനെ ഔട്ട് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. ബീച്ചിൽ പോവാന്ന് പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ ബീച്ചിൽ പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ തൊട്ടടുത്ത് ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ആടത്തേക്കാന്ന് പോയിട്ടാ പോകുന്ന ബയ്യെല്ലാം ഭയങ്കര കൺജസ്റ്റഡാണ്. കുറേ കാടും മുള്ളും കുപ്പിച്ചില്ലും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. 3 പിള്ളേരെയും കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നടന്നിട്ട് പോകുന്നത്. കുത്തനെയുള്ള ഇറക്കം തന്നെയാണ്. പോകുന്ന വഴിയിൽ തന്നെ നടക്കാനുള്ളൊരു ഗ്യാപ്പേ ഇല്ല. ഇപ്പുറത്താണെങ്കിൽ വലിയൊരു കുണ്ടും കുളമുണ്ട്, അപ്പുറത്താണെങ്കിൽ വെള്ളവും പിന്നെ കാടും മുള്ളും എല്ലാം ഉണ്ട്. പക്ഷെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചെങ്കിൽ പിള്ളേരെ കൊണ്ട് അങ്ങോട്ട് പോകുന്ന റിസ്ക്കായ ഉടനെ വെള്ളത്തിലേക്ക് പോകുന്ന ബൈക്കിൽ ചെറിയൊരു തോട്ടിൻ്റെ അടുത്തേക്ക് എത്തിച്ചതാണ്. തോട്ടിലെ വെള്ളം കാണുന്ന സമയത്ത് തന്നെ പിള്ളമാർ ഫുള്ള് ഉത്സാഹത്തോടെ കളിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പം കളിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ മൊത്തം കുപ്പിച്ചില്ലും ഇതെല്ലാം ആയതുകൊണ്ട് വരാൻ തന്നെ പേടിയാണ്. ആരുമില്ല, ആളുമില്ല, അജ്നബിയും ഇല്ല, ജനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഇവിടെ കളിക്കാൻ ഇപ്പോൾ ചെറിയൊരു പേടിയിലാകുന്നത്. താഴെ മൊത്തം കുപ്പിച്ചില്ലാണ്. അവിടെ തന്നെ അധികം നേരം കളിക്കാൻ നിൽക്കുക. പക്ഷെ അവർക്കൊന്ന് ജസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വെള്ളത്തിലേക്ക് കിട്ടുന്നേയില്ലോ. അവിടെ തന്നെ ദുവാവും ലിയാനും ഫുള്ള് വെള്ളത്തിൽ തന്നെ കളി തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സാധാരണ ഇടയ്ക്കിടയ്ക്ക് ബീച്ചിലും ആടുകളും പോയിട്ട് വെള്ളത്തെ കളിപ്പിക്കുന്നതാണ്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ അപ്പുറത്ത് അലക്കുന്നതെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കളറെല്ലാം വ്യത്യാസം ഉണ്ടാവും. നമ്മളെ ബംഗളത്തിലെ കൂട്ടപ്പനയിലെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ തൊട്ട് താഴെ വെള്ളച്ചാട്ടമുണ്ട്. അത് നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. കാരണം ഇപ്പം പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും ആ വെള്ളച്ചാട്ടം കാണിക്കാൻ പറ്റില്ല. നല്ല രസമാണ്. മുമ്പെല്ലാം ഇരുന്ന് മീൻ പിടിക്കലും കുളിക്കലെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം ഈ ഒരു സ്പോട്ട് അറിയുന്ന നമ്മളെ നാട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ സ്പോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ.